അതെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ആദ്യമൊക്കെ സദ്യക്ക് നോൺ വെജ് സദ്യക്ക് വിളമ്പിരുന്ന ഒരു സാലഡാണ് കേട്ടോ. സാലഡല്ല, ഞങ്ങൾ ഇതിനെ വിളിക്കുന്നത് സർലാസ് എന്നാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സർലാസാണ്. നോൺ വെജിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇന്നിപ്പോൾ ഈ ഒരു സർലാസ് അങ്ങനെ അധികം കാണുന്നില്ല. ഇന്നിപ്പോൾ തൈര് വെച്ച സാലഡും മറ്റു പല വിധത്തിലുള്ള സാലഡുകളാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഈ സാലഡിന്. ഇതിൻ്റെ മണം തന്നെ ഭയങ്കര ഒരു കൊതിപ്പിക്കുന്ന ഒരു മണമാണ്. അപ്പോൾ നമുക്കിത് കുറേ പേർക്ക് കുറച്ച് പോയി. അപ്പോൾ ഇത് കുറേ പേർക്ക് അറിയാം ഇതിൻ്റെ റെസിപ്പി. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് കാണാം. അപ്പോൾ ഈ സർലാസ് ഉണ്ടാക്കുവാനായിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസുള്ള സവാള തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് കൈ വെച്ചൊന്ന് തിരുമ്മി ഈ സവാളയുടെ ആ കട്ടൊക്കെ ഒന്ന് കളയണം. എങ്കിലാണ് ഈ സർലാസിന് നല്ല രുചി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ കൈ വെച്ചിട്ട് നമ്മുടെ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് സവാള ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് പിഴിഞ്ഞ് കളയണം. ഇതിനകത്തുള്ള വെള്ളം പിഴിഞ്ഞ് കളയാം. അപ്പോൾ ഞാനിങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുരുകുരുന്നരിഞ്ഞത്, കറിവേപ്പില, ഇതും അതോടൊപ്പം തന്നെ കുറച്ച് വിനാഗിരിയോടും ചേർത്ത് ഒന്നുകൂടി ഒന്ന് തിരുമ്മിയിട്ട് വേണം തേങ്ങാപ്പാൽ ഒഴിക്കാനായിട്ട്. പക്ഷെ ഞാൻ ചെയ്തപ്പോൾ അങ്ങനെ ചെയ്തില്ല. അതായത് കൈ വെച്ച് ഒന്നുകൂടി തിരുമ്മിയില്ല, വെറുതെ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ് ചെയ്തത്. ഇനിയാണ് ഞാൻ വിനാഗിരി ചേർക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുന്നത് കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഈ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിന് മുമ്പ് പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കൈവച്ച് തിരുമ്മിയതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ 2 പ്രാവശ്യം ഞാൻ ഇത് ഷൂട്ട് ചെയ്തു. പക്ഷേ വീണ്ടും എനിക്ക് അബദ്ധം പറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ കാണിക്കാം, അതിൽ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ പറയണേ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇനി നമ്മൾ ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ചിലരൊക്കെ ഈ പച്ചമുളകിന് പകരം കാന്താരി മുളക് ഇടും. കാന്താരി മുളക് ഇടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും. പക്ഷേ എരിവ് കൂടുതലായതുകൊണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അതായത് ആ ഫ്ലേവറും ആ എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് കാന്താരി മുളക് ചേർക്കാം. പക്ഷേ സദ്യക്കൊക്കെ പണ്ട് വിളമ്പിയിരുന്ന ആ ഒരു സർലാസിന് പച്ചമുളക് തന്നെയാണ് ചേർക്കാറ്. കാരണം ഒത്തിരി എരിവ് ചിലർക്ക് ഇഷ്ടമാവില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഈ സർലാസ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നോൺ വെജിൻ്റെ കൂടെ കഴിക്കാനായിട്ടൊക്കെ പറ്റിയ, ചോറിൽ ഒഴിച്ച് കഴിക്കാനൊക്കെ പറ്റിയ അടിപൊളി ഒരു സർലാസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ മറക്കല്ലേ കേട്ടോ. താങ്ക്